ഹായ്, അമ്മൂസ് ചാനലിലേക്ക് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ ഒരുങ്ങാൻ തുടങ്ങിയോ എല്ലാവരും? നല്ല അന്തരീക്ഷമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു. തുപ്പായിമാരുടെ പെരുന്നാളാണ്. അത് കഴിയുമ്പം തെളിവ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ പറ്റി. ചിങ്ങം 1 മുമ്പ് അവരുടെ പെരുന്നാൾ കഴിഞ്ഞ് ഇപ്പം നല്ല അന്തരീക്ഷമാണ്. എല്ലാവരും പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കണം. 30-ാം തീയതി കർക്കിടക സദ്യ ഓച്ചിറയിൽ അവസാനിച്ച് ലാസ്റ്റ് ദിവസം ഞാൻ പോയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ കയറ്റി വിട്ട്. കർക്കിടക സദ്യ എന്നല്ല, എല്ലാ ദിവസവും അവിടെ ഊണുമുണ്ട്. 11 മണി വരെ കഞ്ഞിയും മുതിരയുണ്ട്. പിന്നെ കർക്കിടകത്തിലെ സദ്യയ്ക്കൊരു പ്രത്യേകതയാണ്. എല്ലാ വിഭവങ്ങളും കൂട്ടിയുള്ള സദ്യയാണ്. ഞാൻ 2-3 ദിവസം പോയി കഴിച്ച്. പിന്നെ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ആളാണ് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലിരിക്കുന്ന അച്ഛൻ. എല്ലാവരും വന്ന് അച്ഛനെ കണ്ട് തൊഴണം. നിങ്ങൾക്ക് അതുകൊണ്ട് പുണ്യമേ കിട്ടത്തുള്ളൂ. പുണ്യമല്ല, നിങ്ങളുടെ ഏത് കാര്യങ്ങളും സാധിച്ചു തരും അച്ഛൻ. അതുപോലെ കൈക്കും കാലിനും വല്ല ആവതുകേടുണ്ടെങ്കിൽ അവിടെ കൈയും കാലും മേടിച്ച് ഒഴിഞ്ഞ് നടക്കി വെക്കണം. ആളുരൂപമുണ്ട്. അതുപോലെ അവിടുത്തെ മുഖ്യമായ ഇതാണ് 8 കണ്ട ഉള്ളിച്ച. അതുപോലെ നമ്മൾ അരിയുണ്ട ഉണ്ടാക്കി ഓച്ചിറ കാളയ്ക്ക് കൊണ്ട് കൊടുക്കാം. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖമൊക്കെ വന്നാൽ അങ്ങനെ നേർന്ന് അവിടെ കൊണ്ട് കൊടുത്താൽ അതെല്ലാം മാറിക്കിട്ടും. 56 ഏക്കറുള്ള സ്ഥലമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. അതുപോലെ പളനി പോകണമെങ്കിലും ശബരിമലയിൽ പോകണമെങ്കിലും എല്ലാവരും പാണ്ഡ്യദേശത്തു നിന്നൊക്കെ എന്ത് ജനമാണെന്നറിയാം. അച്ഛനെ വന്ന് കണ്ടിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് എല്ലാം. അതുകൊണ്ട് നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് വന്ന് അച്ഛനെ കണ്ട് തൊഴണം. വന്നാൽ നിങ്ങൾക്ക് വയറ് നിറച്ച് ആഹാരവും കഴിച്ചിട്ട് പോവാ. വിശന്ന് വലഞ്ഞു പോകേണ്ട കാര്യങ്ങളില്ല. എല്ലാം എന്നും അന്നദാനം കൊടുക്കുന്ന ഒരു ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രമാണ്. എല്ലാവരും വന്ന് അച്ഛനെ കണ്ട് തൊഴണേ. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അച്ഛൻ മാറ്റിത്തരും, ഉറപ്പാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താൻ നോക്കാം. ബായ്.